34 മനുഷ്യ ബോംബ്. എണ്ണം കൃത്യ എണ്ണി എടുത്ത് 34 പേരുണ്ട്. ബാക്കി കുറേ RDX, ലോഡ് കണക്കിന് RDX ഒക്കെ വരുന്നു. മുംബൈയിൽ ഭീകരമായ ഒരു ആക്രമണമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മിനിമം 1 കോടി പേരെങ്കിലും കൊല്ലണമെന്നൊക്കെയാണ് പ്ലാൻ. ഇതൊക്കെ ഒരു ഭീഷണി സ്വരമാണോ, ഒരു ഭീകരവാദ സംഘടനയുടെ മുന്നറിയിപ്പാണോ, എന്താണ്? ഒരു ദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരെയൊക്കെ പിടികൂടിയെന്നും കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവം? അത് എന്തായാലും ഇതിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട്. അശ്വിനി കുമാർ എന്നാണ് പേര്. ആ ഒരു 50 വയസ്സുകാരനാണ്. അപ്പോൾ മൂപ്പര് ട്രാഫിക് പോലീസിന്റെ വാട്സപ്പിലേക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് ഇടുകയാണ്. മെസ്സേജ് ഇട്ടത് ഏതാണ്ട് 34ഓളം വാഹനങ്ങൾ, അതിൽ കൂടാതെ 400 കിലോഗ്രാം RDX, കൂടാതെ ഒരു 14 പാക് ഭീകരരും കൂടെ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ RDX 400 കിലോ എന്നാണ് കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായ ഒരു ത്രെട്ട് കിട്ടുമ്പോൾ പോലീസ് സ്വാഭാവികമായും അന്വേഷിക്കണമല്ലോ. നമുക്കത് കണ്ണും പൂട്ടി ഇരിക്കാൻ പറ്റില്ല. ഇത് ആദ്യഘട്ടത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഇതിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു പന്തികേടുണ്ട്, അത് പോകെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ഒരു ഭീഷണി വാട്സപ്പിലേക്ക് വരുന്നു. പോലീസ് കാര്യമായിട്ടുള്ള അന്വേഷണങ്ങളും അതിജാഗ്രതയും ഒക്കെ മുംബൈയിൽ പുലർത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇപ്പോൾ ഗണേശോത്സവത്തിന്റെ സമാപനമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ അത് വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ നിരത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ കണ്ണടച്ചു കളഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അത് ഭരിക്കുന്നവരുടെ തലയിലിരിക്കും എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധ പുലർത്തേണ്ടത് ഏതൊരു കാര്യത്തിലും നമ്മൾക്ക് അത്യാവശ്യവുമാണ്. കൂടാതെ ഇയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണ്, സിം കാർഡൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് 3 സിം കാർഡ്, 6 മെമ്മറി കാർഡ് ഹോൾഡേഴ്സ്, കാർഡില്ല 3 സിം കാർഡ്, മെമ്മറി കാർഡ് ഹോൾഡേഴ്സ്, ഒരു സിം സ്ലോട്ട് എക്സ്റ്റേണൽ ഉണ്ട്, 2 ഡിജിറ്റൽ കാർഡുകളുണ്ട്, 4 സിം കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇത്രയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. ഒരു പേനാക്കത്തി പോലും ഇല്ല കയ്യിൽ. ഇല്ല, പേനാക്കത്തി പോലും ഇല്ല. നിരാശാജനകമായ പിടിച്ചെടുക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ലഷ്കർ-ഇ-ജിഹാദി. എങ്ങനെ? ലഷ്കർ-ഇ-ജിഹാദി, അത് ശരി, അങ്ങനെയാണ്. അപ്പോൾ ആ ജിഹാദി എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പറഞ്ഞ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. സ്വാഭാവികമാണ്. ഈ മുംബൈയിൽ ഗണേശോത്സവം എന്ന് പറഞ്ഞാൽ അവിടെ ഈ വലിയ രീതിയിൽ ജനങ്ങൾ സംഘടിക്കുക, ഈ ഗണപതി വിഗ്രഹം നിമജ്ജനം ചെയ്യുക, വളരെ അനന്ത് ചതുർദശി അതിനോടനുബന്ധിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാഴാഴ്ചയാണ്, അതായത് ഒരു ദിവസം മുമ്പാണ് ഈ ഒരു മെസ്സേജ് ഒക്കെ ഇവരുടെ വാട്സപ്പ് ഹെൽപ്പ് ലൈനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 351, അതിൻ്റെ ഉപവകുപ്പുകളായിട്ടുള്ള 2, 3, 4 അങ്ങനെ അതൊക്കെ ചേർത്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യം ഒരു ഭീകരാക്രമണം കഴിഞ്ഞ് അതിനുള്ള മറുപടിയും കൊടുത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ 400 കിലോ ഇല്ലെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊട്ടിയാൽ 400 വേണ്ട, ഒരു 4 കിലോ പോലും ധാരാളമാണ്. RDX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ഫോടക ശേഷിയുള്ള സംഗതിയാണ്. 400 കിലോ എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ഒരു കോമഡിയുണ്ട്. ഈ നമ്മുടെ ചില മലയാള സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, ഈ വലിയ കൊള്ളസങ്കേതമൊക്കെ കാണിക്കും, എന്നിട്ട് വലിയ കുറേ പെട്ടിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ RDX എന്ന് എഴുതി. എനിക്ക് അപ്പോൾ തോന്നിയൊരു സംശയമുണ്ട്, ഈ ഇത്രയും വലിയ സാധനമൊക്കെ ഇത്ര വലിയ അക്ഷരത്തിലൊക്കെ എഴുതിയിട്ടാണ് ഇവർ കള്ളക്കടത്ത് നടത്തുന്നത്. ഇപ്പോൾ ഈ RDX എന്ന് പറയുന്ന അത്ര ലളിതമായിട്ട് ആർക്കൊന്നും കിട്ടത്തില്ല. വളരെ രഹസ്യ സ്വഭാവത്തിൽ അത് ഈ നേരത്തെ പറഞ്ഞ ഭയങ്കര ഭീകരമായ സ്ഫോടക ശേഷി ഉള്ളതുകൊണ്ട് തന്നെ ഈ 400 കിലോയൊക്കെ ഈ ചങ്ങാതി എങ്ങനെ സംഘടിപ്പിച്ചു എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. പക്ഷേ ഈ ചങ്ങാതി സംഘടിപ്പിച്ചതല്ല, ഈ ചങ്ങാതി ഇത് സംബന്ധിച്ചൊരു മെസ്സേജ് ഇട്ടതാണ്. അതായത് ലഷ്കർ-ഇ-ജിഹാദി എന്ന് പറയുന്ന സംഘടന 14 പാക് ഭീകരരെയും 400 കിലോ RDX-ഉം 34 മനുഷ്യ ബോംബുകളും സഹിതം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 34 ഹോട്ട്സ്പോട്ടുകൾ
ഇട്ട് അല്ലേ മാർക്ക് ചെയ്ത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാക് ടെറർ എന്നൊക്കെ പറയുമ്പോൾ തലയ്ക്ക് വെളിവില്ലാത്തവരാണ്. അപ്പൊ അവര് മനുഷ്യ ബോംബുകളാകാനൊന്നും അവർക്ക് മടിയൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ മറ്റൊരു മുംബൈ ഭീകരാക്രമണം നമ്മൾ ഇനി ഒരു കാരണവശാലും ഉണ്ടാകില്ല. കാരണം അന്ന് നമുക്കറിയാമല്ലോ മറ്റേ എന്ത് കസബാണ്, അജ്മൽ കസബും ടീമും അവർ വന്ന് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഈ തീരദേശ മേഖല, ഇപ്പം നമ്മുടെയൊക്കെ കേരളത്തിലും കടൽ തീരമുണ്ട്, അവിടെ നമ്മുടെ സർവൈലൻസ് കുറവായിരുന്നു ഇതിന് മുമ്പ്, മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പ്. പക്ഷേ അത് നമുക്കൊരു പാഠമായി. പ്രത്യേകിച്ച് മുംബൈ പോലെയുള്ള വളരെ തന്ത്രപ്രധാന തീരദേശ മേഖലകളിലെല്ലാം തന്നെ നമ്മുടെ രഹസ്യ ഉപഗ്രഹങ്ങൾ വരെ ഇപ്പോൾ അത്തരം നിരീക്ഷണങ്ങൾക്ക് വേണ്ടി, അതിർത്തി നിരീക്ഷണത്തിന് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു മുംബൈ ഭീകരാക്രമണം, നമ്മൾ മുമ്പ് കണ്ട രീതിയിലുള്ളൊരു മുംബൈ ഭീകരാക്രമണം ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ. പിന്നെ ഇത്തരം സന്ദേശങ്ങൾ ഇത് ഒന്നെങ്കിൽ അയാളുടെ മാനസിക നിലയിൽ എന്തെങ്കിലും ഗുരുതര തകരാറ്, അതിലേക്ക് നമുക്ക് വരാം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പക്ഷേ നമുക്ക് ഈ പറയുന്നത് പോലെ ഇവരെങ്ങനെ ചെയ്യുമെന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ ചിലർ പറഞ്ഞത് എത്ര നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കണക്ക്. അതിനേക്കാൾ പ്രസക്തമായ ഗുരുതരമായ ആരോപണം വന്നത് അതല്ല. ഈ നമ്മൾ കണ്ടെത്തിയത് ഈ വന്ന ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി ഇവിടെ അവരുടെ ഭീകര അജണ്ട നടപ്പിലാക്കി എന്നാണ് നമ്മൾ കരുതി. പക്ഷേ ആരോപണം വന്നത് അവർ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വന്നതാണെന്ന് എന്ത് തെളിവ്? ഇവിടെയുള്ളവർ ചെയ്തതായിക്കൂടെ? ഇവിടെയുള്ളവർ അതിന് സപ്പോർട്ട് ചെയ്തുകൂടെ? അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ 14 പാകിസ്ഥാൻ ഭീകരർ എന്നൊക്കെ പറയുന്നത് അത് ഉണ്ടെങ്കിൽ, ആ പറയുന്ന ത്രെട്ട് ഉള്ളതാണെങ്കിൽ അവർ ഈ 14 പേരും അവിടെ നിന്ന് തന്നെ വന്നതാണോ എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാനൊക്കെ ഇല്ല. കാരണം ഈ സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്നത് എല്ലായിടവും ഉണ്ട്. കാരണം ഈ ആശയപ്രചരണം ഇന്നത്തെ കാലത്ത് അതിൻ്റെ സാധ്യതകൾ വളരെയാണ്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആശയപ്രചരണം നടത്തും. അപ്പോൾ അതിൻ്റെ അനുഭാവികളെ മതപരമായ അന്ധമായി വിശ്വസിക്കുന്നവരാണ് ഇത്തരം ചെന്ന് ചാടുന്നതിലേറെയും. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആശയങ്ങൾ പേറി സ്ലീപ്പർ സെൽസുകളായിട്ട് കഴിയുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് നിസ്സംശയം പറയണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഏകോപിപ്പിച്ച് ഇത്തരം പരിപാടികൾ നടത്തും എന്നുള്ളത് നമുക്ക് ഒരു വലിയൊരു ഏറ്റവും മോശമായ സ്വപ്നത്തിൽ നമ്മളങ്ങനെ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഒരു അലർട്ട് കിട്ടിയെങ്കിൽ സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണം, ജാഗ്രതയിൽ നിൽക്കേണ്ടതുമാണ്. അപ്പോൾ ഇത് ഇനി അന്വേഷിച്ച് വരുമ്പോൾ വളരെ രസകരമെന്ന് പറയാൻ പറ്റില്ല. ഇയാളെയൊക്കെ എന്തോ ചെയ്യണമെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാളുടെ ഒരു സുഹൃത്തുണ്ട്, ഫിറോസ് എന്നാണ് പേര്. ഫിറോസ് എന്നാണ് പേര്. ഈ ഫിറോസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അതായത് ഓൾറെഡി ഫിറോസ് ഫുൽവാരി ഷെരീഫിൽ നിന്ന് ഫിറോസ് നൽകിയിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് ഈ അശ്വിനി എന്ന് പറയുന്ന വ്യക്തി. 3 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ അശ്വിനി കുമാർ. അപ്പോൾ ഇതിന് പ്രതികാരം ചെയ്യണം. അപ്പോൾ ഈ ത്രെട്ട് എന്ന് പറയുന്നത് അറിയാലോ, ഒരു വല്ലാത്ത ത്രെട്ടാണ്. കാരണം ഇത്രയും പേർ സംഘടിക്കുന്നിടത്ത് ഇത്രയും വലിയൊരു ആക്രമണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഭീകരാക്രമണമായി സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ഭീകരാക്രമണത്തിന്റെ പേരിൽ ഈ ഫിറോസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം എന്നുള്ളതാണ് ഇയാളുടെ ആവശ്യം. ഇനി അത് മാത്രമല്ല, ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുള്ള വിഷയങ്ങൾ, സൂചന എന്ന് പറയുന്നത് ഇതാണ് പ്രാഥമികമായിട്ട്. ഇനി ഇതല്ല, ഇതിനപ്പുറം ഇയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു നീക്കം നടത്താനുണ്ടോ, ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കണമല്ലോ. അപ്പൊ പോലീസ് പറയുന്നുണ്ട് നിരവധി വ്യാജ ഭീഷണികളൊക്കെ വരുന്ന കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് കൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു. ഇയാൾ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഫിറോസ് എന്ന് പറയുന്ന സുഹൃത്തിനെ കുരുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പണിയായിരുന്നു ഇത് എന്നുള്ളത്. പക്ഷേ ഇയാളൊക്കെ വളർത്തുന്ന ഒരു പരസ്പരം പോര് എന്ന് പറയില്ലേ, 2 വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധ എന്ന് പറയുന്നത്, നമുക്കത് നമ്മുടെ നമ്മളത് ഇല്ലാതെ ഇരിക്കാനാണ് നമ്മുടെ നാട് സ്വയമേവ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ഫിറോസിനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2 കമ്മ്യൂണിറ്റികൾ തമ്മിൽ അടിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വരും. എന്തായാലും ഇയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് വിചാരിക്കാം. എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.